എനിക്ക് പൂർണ്ണനാകാൻ ആഗ്രഹിക്കുമ്പോൾ നടക്കുന്നില്ല, ഇതും കണ്ട് എന്നെ പുറകോട്ട് വലിക്കുക. എൻ്റെ ആത്മീയ സന്തോഷങ്ങൾ കുടുംബത്തിലെ കോപമായിരിക്കാം, ദേഷ്യമാകാം, ഒക്കെ ആകാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കൾ, ചിലപ്പോൾ ചിലർക്ക് ഉറക്കമാകാം, ചില പ്രത്യേകതരം ക്ഷീണം കൊണ്ട് അപ്പോൾ ഒരു മുള്ളു കിടക്കാം, പ്രാർത്ഥിക്കാൻ ഭയങ്കര ആഗ്രഹം, പക്ഷെ തളർച്ച വരിക. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവം അനുവദിക്കുന്നൊരു പൈശാചിക പീഡനമാണ്. അതിൻ്റെ നിശ്ചിത സമയമാകുമ്പോൾ അത് വിട്ടുപോയിക്കോളും. അതുകൊണ്ട് ചില തിന്മയുടെ ശക്തികൾ എന്തുകൊണ്ട് എന്നെ വിട്ടുപോകുന്നില്ല, എൻ്റെ കുടുംബത്തെ വിട്ടുപോകുന്നില്ല, എൻ്റെ സമ്പത്തിനെ വിട്ടുപോകുന്നില്ല എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുക, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക, വീട്ടിൽ പ്രാർത്ഥന നടത്തുക, ബഹിഷ്കരണ പ്രാർത്ഥന നടത്തുക, എല്ലാം നടത്തുക. എന്നിട്ടും അതവിടെ നിൽക്കുകയാണെങ്കിൽ ആമേൻ, ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുക. കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ ഒരു തകർച്ച അല്ലെങ്കിൽ ആ ഒരു കുരിശ് അല്ലെങ്കിൽ ആ ഒരു മുള്ള് ആ വ്യക്തിക്ക് അല്ല ആ കുടുംബത്തിന് ദൈവം കൊടുത്തിരിക്കുന്നത് ആ കുടുംബത്തെ വിശുദ്ധീകരിച്ച് അനുഗ്രഹത്തിലേക്കും കൃപയിലേക്കും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്.